ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിലും 9ിലൊക്കെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും മാത്രം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, അങ്ങ് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി എന്ന ചാപ്റ്റർ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ മൊത്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പം പഠിക്കാം. അപ്പം ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി മെയിൻലി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ്. മെയിൻലി റിസോഴ്സസ് എന്താണ് റിസോഴ്സ് എന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ക്ലാസിഫിക്കേഷനിൽ ഓരോന്നിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവുകയാണ്. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ്. എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയും വിഭവം എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പരിസ്ഥിതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനമായിക്കോട്ടെ ആ സാധനത്തിനെ, ആ സബ്സ്റ്റൻസിനെ നമ്മൾ എന്താക്കുകയാണ്, ടെക്നോളജിക്കലി മാറ്റം വരുത്താനും അതുപോലെ സംസ്കാരവുമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് എൻവിയോൺമെൻ്റലി അവൈലബിൾ. അതെന്തായിരിക്കണം, എൻവിറോൺമെൻ്റലി നമുക്കത് കിട്ടണം അല്ലേ. എൻവിറോൺമെൻ്റലി അവൈലബിൾ ആവണം, ടെക്നോളജിക്കലി ആക്സസിബിൾ ആവണം, കൾച്ചറലി ആക്സെപ്റ്റബിൾ ആവണം. എന്തിനു വേണ്ടിയിട്ട്? ടു മീറ്റിംഗ് അവർ നീഡ്സ് അല്ലേ, ക്യാപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്, നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ആവണം. ഇതിനെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് എൻവിയോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി ആക്സസിബിൾ, കൾച്ചറലി ആക്സെപ്റ്റബിൾ ആൻഡ് ക്യാപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ് ഈസ് കോൾഡ് എ റിസോഴ്സ്. ഡൗട്ട് ഉണ്ടോ? എന്താ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് പരിസ്ഥിതിയിൽ നിന്ന് കിട്ടിയ സംഭവത്തെ നമ്മൾ ടെക്നോളജിക്കലി മാറ്റം വരുത്താനും അതുപോലെ കൾച്ചറലി ആക്സെപ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെയാണ് നമ്മൾ വിഭവം അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സ് എന്തും ആവാം അല്ലേ. മണ്ണ് റിസോഴ്സാണ്, വെള്ളം റിസോഴ്സാണ്, നമ്മൾ ശ്വസിക്കുന്ന എയർ റിസോഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മൾ ഇതാക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന വീട് ഒരു റിസോഴ്സാണ് അല്ലേ. ഒക്കെ നമുക്ക് റിസോഴ്സായിട്ട് മാറ്റാൻ പറ്റും. അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മളത് ഡീപ്പായിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പഠിക്കുന്ന റിസോഴ്സ് എന്താണ്. അപ്പോൾ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. മെയിൻലി നമുക്കറിയാം ജലം, വായു, മണ്ണ്, ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ കാണാൻ പറ്റുന്ന റിസോഴ്സ് എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. ഏതൊക്കെയാ? ജലം, വായു, മണ്ണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ നോളേജ്, അതുപോലെ ഹെൽത്ത്, ആരോഗ്യം, അറിവ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? റിസോഴ്സ് തന്നെയാണ് അല്ലേ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാൻ പറ്റും. നമ്മളുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? വിഭവമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തും അല്ലേ, നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നോളേജ് ആയിക്കോട്ടെ, നമ്മൾ തന്നെ മനുഷ്യർ തന്നെ എന്താണ്? ഒരു റിസോഴ്സാണ് അല്ലേ. മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനെ മാനവ വിഭവം എന്നാണ് വിളിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻസ് എങ്ങനെയാണ് റിസോഴ്സ് ആയിട്ട് മാറുന്നത്? ദേ ക്രിയേറ്റ് മെനി റിസോഴ്സസ് യൂസിങ് ദെയർ എബിലിറ്റീസ്, സ്കിൽസ് ആൻഡ് ടെക്നോളജീസ്. മനുഷ്യരുടെ എബിലിറ്റീസും സ്കിൽസും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മനുഷ്യരെയും ഒരു വിഭവമായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ റിസോഴ്സസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിൻ.
നമുക്ക് അങ്ങനെ തന്നെ നോക്കാം അല്ലേ. ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ റിസോഴ്സസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലാണ് മക്കളെ? ഒറിജിൻ്റെ ബേസിൽ. ഇവിടെ നമ്മൾ ഏത് ബേസിലാണ് എന്ന് പഠിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ റിസോഴ്സസും മാൻ മെയ്ഡ് റിസോഴ്സസും. എന്താണ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മാൻ മെയ്ഡ് റിസോഴ്സസ്? നോക്കാം. റിസോഴ്സസിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? രണ്ട് അല്ലേ. എന്തിൻ്റെ ബേസിൽ? ഒറിജിൻ്റെ ബേസിൽ. നോക്കിക്കേ, നാച്ചുറൽ റിസോഴ്സസ് ആദ്യം നമ്മൾ പഠിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. റിസോഴ്സസ് ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ, വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് എന്നാണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ എയർ, മിനറൽസ് ഒക്കെ, വായു അല്ലേ. മിനറൽസ് അല്ലേ, നമുക്ക് പല മിനറൽസ് ആയിട്ടുണ്ട്. കോള്, പെട്രോളിയം, ഗോൾഡ്, സിൽവർ, അയൺ, ഇതൊക്കെ എന്താണ്? മിനറൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറയുന്നുണ്ട്? നാച്ചുറൽ റിസോഴ്സ് ആണ്. അപ്പോൾ എന്താ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? റിസോഴ്സസ് ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാൻ മെയ്ഡ് റിസോഴ്സ് എന്താണ്? മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള റിസോഴ്സസ് ആണ്. മനുഷ്യന്മാർ നിർമ്മിച്ചിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാൻ മെയ്ഡ് റിസോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് ഉദാഹരണമാണ് മക്കളെ റോഡ്, മെഷീനറീസ്, ബിൽഡിങ്ങുകൾ, സ്കൂൾസ്, ഹോസ്പിറ്റൽ, ഇതൊക്കെ എന്താണ്? മാൻ മെയ്ഡ് റിസോഴ്സ് ആണ്. ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ, മനുഷ്യന്മാർ നിർമ്മിച്ചിട്ടുള്ള വിഭവങ്ങളെ മാൻ മെയ്ഡ് റിസോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ബേസ്ഡ് ഓൺ ദി ഒറിജിൻ റിസോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. ഇനി ഒറിജിൻ്റെ ബേസിൽ നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നു? റിസോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? റിസോഴ്സസ് ഒറിജിൻ്റെ ബേസിൽ റിസോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബയോട്ടിക് റിസോഴ്സസും എബയോട്ടിക് റിസോഴ്സസും. നോക്കിക്കേ, ബയോട്ടിക്കും എബയോട്ടിക്കും. എന്താണ് ബയോട്ടിക്? ബയോ അല്ലേ, ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ എന്തെന്ന് പറയും? ബയോട്ടിക് റിസോഴ്സിൽ പെടുന്നതാണ്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഈസ് കോൾഡ് ബയോട്ടിക് റിസോഴ്സ്. അപ്പം ജീവമണ്ഡലത്തിൻ്റെ, ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള ഏതൊരു സാധനത്തിനെയും, അതുപോലെ അത് മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് റിസോഴ്സ് എന്നാണ് പറയുന്നത്? ബയോട്ടിക് റിസോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഹ്യൂമൻസ്, പ്ലാന്റ്സ്, ആനിമൽസ്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ് മക്കളെ? ബയോട്ടിക് റിസോഴ്സ്. ഏറ്റവും ചുരുക്കി പറയട്ടെ, ബയോട്ടിക് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് തിങ്സ് ആണെന്ന് ഓർത്ത് വെച്ചോ. എന്താണ്? ലിവിങ് തിങ്സ് ആണ് ബയോട്ടിക് റിസോഴ്സ്. ബയോസ്ഫിയറിൻ്റെ, ജീവമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള എല്ലാ സാധനങ്ങളെയും, അതുപോലെ അത് മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ബയോട്ടിക് റിസോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ഓർത്താൽ മതി. നോൺ ലിവിങ് മാറ്റർ അല്ലേ, ജീവനില്ലാത്ത വസ്തുവാണ്. അപ്പോൾ റിസോഴ്സസ് ദാറ്റ് ആർ മെയ്ഡ് ഓഫ് നോൺ ലിവിങ് മാറ്റർ ആർ കോൾഡ് എബയോട്ടിക് റിസോഴ്സസ്. ജീവനില്ലാത്തതിനെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? എബയോട്ടിക് റിസോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എബയോട്ടിക് റിസോഴ്സസ്. അപ്പോൾ മെയിൻലി എബയോട്ടിക് റിസോഴ്സസ് നമുക്ക് പറയുകയാണെങ്കിൽ എയർ, സോയിൽ, എനർജി റിസോഴ്സസ്, റോക്ക്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, മിനറൽസ്, ഇതിനൊക്കെ എന്തുണ്ടോ? ഇതിനൊക്കെ ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ജീവനില്ലാത്ത എല്ലാത്തിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? എബയോട്ടിക് റിസോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? എബയോട്ടിക്. ജീവനുള്ളതിനെ എന്താ വിളിക്കുന്നത്? ബയോട്ടിക് റിസോഴ്സസ് എന്നാണ്. അപ്പം ഇതിനെ രണ്ടിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തത് എന്തിൻ്റെ ബേസിലാണ് മക്കളെ? ഒറിജിൻ്റെ ബേസിലാണ് അല്ലേ. ഒറിജിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, ഇനി നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റിന്യൂവബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ റീപ്ലനിഷബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം റിന്യൂവബിലിറ്റി, എന്താ റിന്യൂവബിലിറ്റി എന്ന് പറഞ്ഞാൽ പുനർസ്ഥാപിക്കാൻ അല്ലേ, പുനഃസ്ഥാപന ശേഷിയെയാണ് നമ്മൾ റിന്യൂവബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിന്യൂവബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിസോഴ്സസിനെ
റിസോഴ്സസിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റിന്യൂവബിൾ മെയിൻലി ഏതൊക്കെയാണ് റിന്യൂവബിലിറ്റിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? റിന്യൂവബിൾ റിസോഴ്സസും അതുപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സസും ആണ്. ഏതൊക്കെയാ മക്കളെ? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഓർത്ത് വെക്കുക? റീപ്ലനിഷബിലിറ്റി അല്ലെങ്കിൽ റിന്യൂവബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സസും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ resources that do not get depleted after use and can be reused are renewable resources. renewable resource എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തു വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതി തീരാത്ത റിസോഴ്സസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ, നമ്മുടെ യൂസിന് ശേഷവും അത് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, സൺലൈറ്റ് നമുക്ക് അതൊരു എന്താണ്, റിസോഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ സൺലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സൺലൈറ്റ് നമ്മൾ യൂസ് ചെയ്ത് സൺലൈറ്റ് കിട്ടിയിരിച്ചിട്ട് അത് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല, അത് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതിയിൽ. അപ്പോൾ അങ്ങനത്തെ റിസോഴ്സസിനെ വിളിക്കുന്ന പേരാണ് റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ പുനഃസ്ഥാപന ശേഷിയുള്ള വിഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ that do not get depleted after use. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ resources that are continuously produced in nature. അതെന്തായിക്കൊണ്ടിരിക്കും? കണ്ടിന്യൂസ്ലി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എയർ, നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലേ, വെള്ളം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? കാറ്റ്, ഇതൊക്കെ മെയിൻലി എന്തിന് എക്സാമ്പിളാണ് മക്കളെ? റിന്യൂവബിൾ റിസോഴ്സസിന് എക്സാമ്പിളാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ നല്ലോണം യൂസ് ചെയ്താലും പിന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് കൂടുതൽ അങ്ങോട്ട് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. അത് നമ്മൾ ഇനി ഇവിടെ പറയുന്നുണ്ട്. അത് റിന്യൂവബിൾ റിസോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അതിന് ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് 2-3 കാര്യം നമ്മൾ പറയുന്നുണ്ട്. സൺലൈറ്റ്, വിൻഡ്, വേവ്സ്, ഇതൊക്കെ റിന്യൂവബിൾ റിസോഴ്സസിന് എക്സാമ്പിൾ ആണ്. എയർ, വാട്ടർ ഒക്കെ ഇതിൽ വിടുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ദേ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി വിത്ത് യൂസ്. അണ്ടർലൈൻ ചെയ്ത് മെയിൻലി ഈ പോയിന്റ് തന്നെ ഓർത്ത് വെച്ചാൽ മതി. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് അത് ഉണ്ടാവണില്ലേ, അത് ഫോം ചെയ്യാൻ എത്ര വർഷം എടുക്കുന്നുണ്ട്? 1 വർഷമാണോ, 2 വർഷമാണോ, അല്ലെ 10 വർഷമാണോ? അല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ്, കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് കുറച്ചൊരു ക്വാണ്ടിറ്റി നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന റിസോഴ്സാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോളിയം, നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സംഭവമാണ് എന്ത്, പെട്രോൾ, ഡീസലൊക്കെ അല്ലേ. അപ്പോൾ ഈ പെട്രോളിയം പ്രോഡക്റ്റ് എന്തിന് ഉദാഹരണമാണ്? നോൺ റിന്യൂവബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് തീർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അത് പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമ്മുടെ ജനറേഷനോ അടുത്ത ജനറേഷനൊന്നും കിട്ടില്ല. കോടിക്കണക്കിന് വർഷം കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊഡ്യൂസ് ആവുള്ളൂ. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അയേൺ, മിനറൽസ് അല്ലേ, ഗോൾഡ്, കോള്, പെട്രോളിയം, ഇതൊക്കെ എന്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് ഉദാഹരണമാണ്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ പറയണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് ഈ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് റിവിഷനിലൂടെ വേണ്ടതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മിസ് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയുള്ള ഭാഗങ്ങളിൽ ഇടാൻ നോക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. എന്തിൻ്റെ ബേസിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ? റിസോഴ്സസിന് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പിൻ്റെ ബേസിലാണ്. എന്തിൻ്റെ ബേസിലാണ് മക്കളെ? ഓണർഷിപ്പിൻ്റെ ബേസിലാണ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ നമ്മൾ റിസോഴ്സസിന് 1, 2 അല്ല 4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസോഴ്സസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ റിസോഴ്സസിന് വളരെ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഓണർഷിപ്പ് അല്ലേ, ആരുടെ ഓണർഷിപ്പിലാണോ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഏതൊക്കെയാ മക്കളെ? പേഴ്സണൽ റിസോഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി റിസോഴ്സ് ഉണ്ട്, നാഷണൽ റിസോഴ്സ്, ഇന്റർനാഷണൽ റിസോഴ്സ്. അപ്പം ഓണർഷിപ്പിന്റെ ബേസിൽ റിസോഴ്സസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു: പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ. അപ്പൊ എന്താണ് പേഴ്സണൽ റിസോഴ്സ് എന്ന് നോക്കിക്കേ. വളരെ സിമ്പിളാ. ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ. നമ്മുടെ ഇൻഡിവിജ്വൽ അല്ലേ, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലും ഓൺ ചെയ്യുന്ന വിഭവങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? പേഴ്സണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, അല്ലെ, നമ്മുടെ പേരിൽ ഒരു കാറുണ്ട്, ഒന്നുമില്ല, നിങ്ങളുടെ അടുത്തൊരു സൈക്കിൾ ഉണ്ട് വിചാരിച്ചോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, അപ്പോൾ അത് നിങ്ങളുടെ റിസോഴ്സ് അല്ലേ. അപ്പോൾ ഓൺഡ് ബൈ എൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്ന റിസോഴ്സസിനെ പേഴ്സണൽ റിസോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗസ്, യാർഡ്, ഓൺ വെഹിക്കിൾ അല്ലേ, വീട്, പുരയിടം, അതുപോലെ വെഹിക്കിൾസ്, നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്, ബൈക്ക്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? പേഴ്സണൽ റിസോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്താണ്? ആക്സസിബിൾ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഒരു സമൂഹത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? സമൂഹത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ റിസോഴ്സസിനെ നമ്മൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു പബ്ലിക് പാർക്ക് ഉണ്ട് വിചാരിച്ചോ, അവിടെ ആർക്കും സെപ്പറേറ്റ് ആയിട്ട് ആർക്കും ഇവർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും ആരും പറയുന്നുണ്ടോ? ഇല്ല. പബ്ലിക് പാർക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ്, എല്ലാ അവിടെ എല്ലാ മെമ്പേഴ്സിനൊക്കെ അവിടെ പോയിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സെമിത്തേരി അല്ലേ, കബറിടങ്ങൾ, നമ്മുടെ ശ്മശാനങ്ങൾ, ഇതൊക്കെ എന്താണ്? പബ്ലിക്കാണ്, സൊസൈറ്റീൻ്റെതാണ്. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും അത് ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനും ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് എന്താ മക്കളെ നാഷണൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺഡ് ബൈ നേഷൻ. ആരായിരിക്കും അത് ഓൺ ചെയ്തിട്ടുള്ളത്? ഒരു രാജ്യം അല്ലെ, ഒരു രാജ്യം ഓൺ ചെയ്യുന്ന വിഭവങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്? നാഷണൽ റിസോഴ്സ് എന്നാ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുറേ ഗോൾഡ് മൈൻ ഉണ്ട് വിചാരിച്ചോ, മിനറൽ ഡെപ്പോസിറ്റ്, ഗോൾഡ് ആയിക്കോട്ടെ, ചിലപ്പോൾ പെട്രോളിയം എല്ലാം ഇങ്ങനെ എന്തൊക്കെ ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ അത് ആരുടെ റിസോഴ്സാണ്? നമ്മുടെ ഇന്ത്യക്കാരുടെ റിസോഴ്സ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ റിസോഴ്സാണ് അല്ലേ. അപ്പം നാഷണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺഡ് ബൈ ദ നേഷൻ. ഒരു നേഷൻ ഓൺ ചെയ്യുന്ന റിസോഴ്സസിനെ നമ്മൾ നേഷണൽ റിസോഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം മിനറൽ ഡെപ്പോസിറ്റ്സ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സസ്, അതുപോലെ നമ്മുടെ ദ ഓഷ്യൻ ഫ്രം ദി കോസ്റ്റ് അപ് ടു ദ 12 നോട്ടിക്കൽ മൈൽസ്, 12 നോട്ടിക്കൽ മൈൽസ് അപ്പുറമുള്ള കോസ്റ്റ്, തീരം വരെ നമ്മുടെ നാഷണൽ റിസോഴ്സിൽ പെടുന്നതാ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഇന്റർനാഷണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം തന്നെ, ഓൺഡ് ബൈ എൻ ഇന്റർനാഷണൽ ഏജൻസി അല്ലേ. ഒരു ഇന്റർനാഷണൽ ഏജൻസി ഓൺ ചെയ്യുന്ന, അതൊരു രാജ്യത്തിൻ്റെയും സ്വത്തല്ല അല്ലേ. അത് ഓൺ ചെയ്യുന്നത്, അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഏജൻസീസ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെറൈൻ റിസോഴ്സസ് ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽ നോ കൺട്രി ക്യാൻ യൂസ് വിത്തൗട്ട് പെർമിഷൻ. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ കടലിൻ്റെ ഒരു 200 നോട്ടിക്കൽ മൈൽ അപ്പുറത്തുള്ള കടലിന്, മെറൈൻ അല്ലേ, സീലുള്ള റിസോഴ്സ്, ഫിഷ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊന്നും ഒരു രാജ്യത്തിനും എന്താക്കാം, നമ്മുടെ ഇന്ത്യക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തിന് 200 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള മെറൈൻ റിസോഴ്സസിൻ്റെ അവകാശി ആരാണ്? ഇന്റർനാഷണൽ ഏജൻസീസ് ആണ്. അപ്പോൾ അത് എന്ത് റിസോഴ്സിൽ പെടുന്നതാണ്? ഇന്റർനാഷണൽ റിസോഴ്സിൽ പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തത്? ഓണർഷിപ്പിൻ്റെ ബേസിൽ നമ്മൾ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്നതിന് പേഴ്സണൽ റിസോഴ്സ് എന്നും, ഒരു സമൂഹം അല്ലെ, സൊസൈറ്റി ഓൺ ചെയ്യുന്നതിന് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്നും, ഒരു നേഷൻ ഓൺ ചെയ്യുന്നതിന് നാഷണൽ റിസോഴ്സ് എന്നും, ഇന്റർനാഷണൽ ഏജൻസീസ് ഓൺ ചെയ്യുന്നതിന് ഇന്റർനാഷണൽ റിസോഴ്സ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കാം, ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. സ്കൂള് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? സ്കൂള് പബ്ലിക് ആണല്ലേ, സൊസൈറ്റീൻ്റെതാണ്. അപ്പം എന്ത് റിസോഴ്സ് ആണ്? ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി. നാഷണൽ ഹൈവേ നേഷൻ്റെ ആണ്, റെയിൽവേ നേഷൻ്റെതാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ഫാം, അത് ഇൻഡിവിജ്വൽ ആയിരിക്കും. ഹൗസസ് ഇൻഡിവിജ്വൽ ആണ് അല്ലേ. വേർഷിപ്പ് പ്ലേസസ് അതെന്താണ്? ഇറ്റ് വിൽ ബി ഇന്റർനാഷണലോ നാഷണൽ ആണോ, അല്ലെങ്കിൽ എന്താണ്, പേഴ്സണൽ ആണോ? അല്ല, അത് കമ്മ്യൂണിറ്റി റിസോഴ്സിൽ പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ? ഡെവലപ്മെന്റ് അല്ലേ, വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: പൊട്ടൻഷ്യൽ റിസോഴ്സസും ഡെവലപ്ഡ് റിസോഴ്സസും.
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ റിസോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, പൊട്ടൻഷ്യലും ഡെവലപ്ഡ് റിസോഴ്സും. എന്താണെന്ന് നോക്കിയാലോ? ആദ്യം നോക്കാം പൊട്ടൻഷ്യൽ റിസോഴ്സ്. എന്താണ് പൊട്ടൻഷ്യൽ റിസോഴ്സ്? പൊട്ടൻഷ്യൽ റിസോഴ്സ് ആർ റിസോഴ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ എ റീജിയൻ ബട്ട് ആർ നോട്ട് യെറ്റ് ഫുള്ളി യൂട്ടിലൈസ്ഡ്. നമ്മുടെ ഒരു പ്രദേശത്ത് കാണാൻ പറ്റുന്ന ഒരു വിഭവമാണ്, പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ വിഭവങ്ങളെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ റിസോഴ്സ്. എന്താണ്? ഒരു പ്രദേശത്ത് ആ ഒരു വിഭവം കാണാനുണ്ട് അല്ലേ, അവിടെ ഉണ്ട്, റിസോഴ്സ് ഉണ്ട്, ബട്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് എനർജിയിൽ വിൻഡായിട്ടും സോളാർ പവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്കത് അവിടുത്തെ ആളുകൾ അതിനെന്താക്കുന്നില്ല, അതിൽ നിന്ന് പവർ ജനറേറ്റ് ഒന്നും ചെയ്യുന്നില്ല കൂടുതലായിട്ടും. അപ്പം അതെന്ത് റിസോഴ്സിൻ്റെ ഭാഗമാണ്? പൊട്ടൻഷ്യൽ റിസോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസോഴ്സസ് ആർ ഫൗണ്ട് ഇൻ എ റീജിയൻ ബട്ട് ആർ നോട്ട് യെറ്റ് ഫുള്ളി യൂട്ടിലൈസ്ഡ്. ഒരു പ്രദേശത്ത് കാണുന്ന റിസോഴ്സാണ്, പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? ഡെവലപ്ഡ് റിസോഴ്സ് വളരെ സിമ്പിളാണ്. റിസോഴ്സസ് ഹൂസ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഹാവ് ബീൻ സർവേഡ്, അസസ്ഡ് ആൻഡ് ആഡക്വേറ്റ് ടെക്നോളജി ഹാസ് ബീൻ ഡെവലപ്ഡ് ടു യൂട്ടിലൈസ് ദം എഫിഷ്യൻ്റ്ലി. നമ്മുടെ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന റിസോഴ്സാണ്, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്, നമ്മൾ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്, അതിനെപ്പറ്റി എല്ലാ ഐഡിയാസൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അത് എടുക്കാൻ നമ്മൾക്ക് എന്തൊക്കെ ടെക്നോളജീസ് വേണം അതിലൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിച്ച് അല്ലേ, ആ റിസോഴ്സ് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും, എത്ര റിസോഴ്സ് ഉണ്ട്, എത്ര ക്വാളിറ്റി ഉണ്ട് ആ മെറ്റീരിയലിൽ, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി സാധനം ഉണ്ട്, അങ്ങനത്തെ സർവേസും ഒക്കെ ചെയ്ത് നമ്മൾ ആഡക്വേറ്റ് ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനത്തെ വിഭവങ്ങളെ പറയുന്ന പേരാണ് ഡെവലപ്ഡ് റിസോഴ്സ് എന്നത്. എന്താണ് ഡെവലപ്ഡ് റിസോഴ്സ് എന്നത്? ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സസിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? രണ്ട്, പൊട്ടൻഷ്യലും ഡെവലപ്ഡും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രദേശത്തുണ്ട് പക്ഷെ നമുക്ക് ഫുള്ളായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ, ക്വാളിറ്റി നോക്കി ക്വാണ്ടിറ്റി നോക്കി സർവേസ് നടത്തി അതിൻ്റെ ആഡ്വക്കേറ്റ് ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തു. അങ്ങനെ നമ്മൾ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡെവലപ്ഡ് റിസോഴ്സസ് എന്നത്. ഓക്കെ, അപ്പം അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡെവലപ്ഡ് റിസോഴ്സസിന് കോൾ ഡെപ്പോസിറ്റ്സ്, അതുപോലെ ഓയിൽ വെൽസ്. ഇപ്പോൾ ഒരു പ്രദേശത്തെ കൽക്കരിയുടെ അളവ്, അതിൻ്റെ ഗുണനിലവാരം, അതുപോലെ ഖനനം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ എന്നിവയൊക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ശേഖരങ്ങൾ, അതാണ് മെയിൻലി ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പം കോൾ ഡെപ്പോസിറ്റ്സ്, ഓയിൽ വെൽസ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്, മിനറൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഡെവലപ്ഡ് റിസോഴ്സസിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് സ്റ്റോക്ക് എന്താണ്. ഒരു 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്റ്റോക്ക്? ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മെയിൻലി ഒരു 4-5 മാർക്കായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം മെയിൻലി എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇനിയുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ 1 വേർഡ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പം എന്താണ് സ്റ്റോക്ക് നോക്കാം. എന്താണ് സ്റ്റോക്ക്? മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ മീറ്റ് ഹ്യൂമൻ നീഡ്സ് ബട്ട് ഫോർ വിച്ച് ഹ്യൂമൻസ് ഡു നോട്ട് ഹാവ് ദ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ടു യൂട്ടിലൈസ് ആർ കോൾഡ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഹ്യൂമൻസിൻ്റെ നീഡ്സ് അല്ലെ, ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സാധനമാണ്, ബട്ട് നമ്മൾ അതിന് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള, നമുക്കത് എടുക്കാൻ പറ്റുന്ന ടെക്നോളജി നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് എന്ന്. എന്താണ്? മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ മീറ്റ് ഹ്യൂമൻ നീഡ്സ് ബട്ട് ഫോർ വിച്ച് ഹ്യൂമൻസ് ഡു നോട്ട് ഹാവ് ദ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ടു യൂട്ടിലൈസ് ആർ കോൾഡ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് ആണ് അല്ലേ, മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സാധനമാണ്, ബട്ട് മനുഷ്യർ ഇതുവരെ അത് എടുക്കാനുള്ള, അത്
നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ടെക്നോളജി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് എന്ന്. സ്റ്റോക്കിന് ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. ഹൈഡ്രജൻ. എന്താണ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ നല്ല രീതിയിലുള്ള ഒരു എനർജി സോഴ്സ് ആണ്, നല്ല റിച്ച് സോഴ്സ് ഓഫ് എനർജി ഉള്ള സംഭവമാണ് ഹൈഡ്രജൻ എന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എനർജി സോഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റും, പല രീതി എല്ലാത്തിലും മാറ്റം വരുത്താൻ പറ്റും. ബട്ട് വി ഹാവ് നോട്ട് യെറ്റ് ഡെവലപ്ഡ് ദ അഡ്വാൻസ്ഡ് ടെക്നോളജി ടു യൂസ് ഇറ്റ് ആസ് എ റിസോഴ്സ് ടുഡേ. ഇന്ന് വരെ നമ്മൾ അത് ഇതുവരെ റിസോഴ്സ് ആയിട്ട് മാറ്റാനുള്ള സംഭവം നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല, അതിനുള്ള ടെക്നോളജീസ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ റിസോഴ്സസിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റോക്ക് എന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറന്നുപോലെ സ്റ്റോക്ക് എന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് ആണ്. കാരണം അത് ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നില്ല, അത് കത്തിയാൻ വരുന്നില്ല, അതിൽ നിന്നും നമുക്ക് ബാഡ് ഗ്യാസസ് ഒന്നും വരുന്നില്ല, പുകയോ ഒന്നും വരുന്നില്ല, ജസ്റ്റ് വാട്ടർ വേപ്പർ മാത്രമാണ് അത് പുറത്ത് വിടുക. അപ്പോൾ അത്രയും നല്ല സോഴ്സ് ഓഫ് എനർജിയാണ്. ബട്ട് നമ്മൾ അതിനുള്ള ടെക്നോളജി കണ്ടെത്താത്തത് കൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? സ്റ്റോക്ക് എന്ന് വിളിക്കാം. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലേ. എന്താണ് പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. നാച്ചുറൽ റിസോഴ്സസ് ആർ സബ്സ്റ്റൻസസ്, ഒബ്ജക്ട്സ് ഓർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ ആൻഡ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്സ്റ്റൻസ് ആവാം, ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ എനർജിയുടെ ഏതെങ്കിലും ഫോം ആവാം. അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, കിട്ടുന്നത് എവിടെ നിന്നായിരിക്കണം? പ്രകൃതിയിൽ നിന്നായിരിക്കണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏതൊരു സാധനമായിക്കോട്ടെ, സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോംസ് ഓഫ് എനർജി ആയിക്കോട്ടെ, ഇത് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നാച്ചുറൽ റിസോഴ്സസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് സബ്സ്റ്റൻസസ്, ഒബ്ജക്ട്സ് ഓഫ് forms of energy that are obtained from nature and are useful to humans. അപ്പം പ്രകൃതി വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേച്ചുറൽ സ്റ്റേറ്റിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്കറിയാം അത് പ്രകൃതി തന്നെ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ മനുഷ്യരുണ്ടാക്കിയതല്ല അല്ലേ. അപ്പം ഇറ്റ്സ് നോട്ട് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ്. അപ്പം അത് മനുഷ്യർ നിർമ്മിച്ച സാധനങ്ങളല്ല, അത് പ്രകൃതിയിൽ ആദ്യമേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ ശ്വസിക്കുന്ന എയർ, അതുപോലെ എന്താണ് മെയിൻലി നമുക്ക് നോക്കുകയാണെങ്കിൽ സോയിൽ, മൗണ്ടെയിൻസ്, റിവേഴ്സ്, ഓഷ്യൻസ്, അതൊക്കെ ആരെയും ഉണ്ടാക്കിയതാണോ? ആനിമൽസ്, പ്ലാന്റ്സ്, ഇതൊക്കെ ഉണ്ടാക്കിയത് ആരെങ്കിലും ആണോ? അല്ല, ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പോൾ ഇതൊക്കെ നേച്ചറിൽ ആദ്യം ഉണ്ടായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നാച്ചുറൽ റിസോഴ്സസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ്? ദീസ് ആർ സബ്സ്റ്റൻസസ്, ഒബ്ജക്ട്സ് ഓഫ് ഫോംസ് ഓഫ് എനർജി ദാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ ആൻഡ് ആർ അവൈലബിൾ ടു ദി ഓർ യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. ഓക്കെ. ഇനി ഇത് മെയിൻലി റിസോഴ്സസ് നമുക്ക് ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ ബേസിലോ ഇൻഡസ്ട്രിയൽ ബേസിലോ എല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. ഒരു എക്സ്ട്രാ റീഡിങ്ങിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സസിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂബിക്വിറ്റസ് റിസോഴ്സസും ലോക്കലൈസ്ഡ് റിസോഴ്സസും. എന്താണ് യൂബിക്വിറ്റസ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദീസ് ആർ റിസോഴ്സസ് ഓഫ് ഫൗണ്ട് എവ്രിവർ. നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ എന്താ വിളിക്കുക? യൂബിക്വിറ്റസ് റിസോഴ്സസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ എയർ, നമ്മൾ ശ്വസിക്കുന്ന വായു എല്ലാ സ്ഥലത്തും കിട്ടും. സോളാർ എനർജി ഇല്ലേ, എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. വാട്ടർ, അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? യൂബിക്വിറ്റസ് റിസോഴ്സസ് ആണ്. ലോക്കലൈസ്ഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ലോക്കലൈസ്ഡ് റിസോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മെറ്റലോസ്, എല്ലാ പ്രദേശത്തും മെറ്റലോസ് ഉണ്ടോ? ഫോസിൽ ഫ്യൂൽസ് ഉണ്ടോ? ഇല്ല. അപ്പം ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലോക്കലൈസ്ഡ് റിസോഴ്സസ് എന്നാണ്. ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ സാധ്യതയില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് മിനറൽസിനെ കുറിച്ചിട്ടാണ്. എന്താ മക്കളെ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനറൽസ് അത് നമ്മുടെ പ്രകൃതിയിൽ ആദ്യമേ ഉള്ള സംഭവങ്ങളാണ് മിനറൽ അല്ലേ. അപ്പോൾ മിനറൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ മെയിൻലി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് കുറച്ചും കൂടി ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ മിനറൽസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മെറ്റാലിക് മിനറൽസ് എന്നും നോൺ മെറ്റാലിക് മിനറൽസും. എന്തൊക്കെയാണ്? മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസും. മെറ്റാലിക് മിനറൽസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫെറസ് മിനറൽസും നോൺ ഫെറസ് മിനറൽസും. നമുക്കറിയാം ഫെറസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ?
അയോൺ അല്ലേ, അയോൺ കണ്ടന്റ് ഉള്ള മെറ്റൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫെറസ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അയോൺ ഇല്ലാത്ത മെറ്റൽസ് ആണെങ്കിൽ അത് നോൺ ഫെറസ് മെറ്റൽസ് ആണ്. ഓക്കെ, നമ്മൾ അറിയാം അയോണിന്റെ കെമിക്കൽ നെയിം പറയുമ്പോൾ നമ്മൾ പറയുന്ന Fe ആണ് അല്ലേ. അപ്പോൾ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അയോൺ കണ്ടന്റ് ഉള്ളതും, നോൺ ഫെറസ് ആണെങ്കിൽ അയോൺ കണ്ടന്റ് ഇല്ലാത്ത മെറ്റൽസ് ആണെങ്കിൽ അത് നോൺ ഫെറസ് മെറ്റൽസ് ആണ്. അപ്പോൾ ഫെറസ് മെറ്റൽസിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അയോൺ ഓർ മാംഗനീസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫെറസ് മെറ്റൽ. അത് പഠിച്ചു വെക്കണം കേട്ടോ. അയൺ ഓർ ആൻഡ് മാംഗനീസ് ഫെറസ് മെറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ ഫെറസ് മെറ്റൽസിന് എക്സാമ്പിൾ ആണ് നമ്മൾ ധരിക്കുന്ന ഗോൾഡ്, സിൽവർ, കോപ്പർ, ബോക്സൈറ്റ്. ഇതൊക്കെ എന്താണ്, നോൺ ഫെറസ് മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ മിനറൽസിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക്. മെറ്റാലിക്കിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഫെറസ് ആൻഡ് നോൺ ഫെറസ്. ഈ നോൺ മെറ്റാലിക്കിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മിനറൽ ഫ്യൂൽസ് അല്ലെങ്കിൽ അതർ മിനറൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മിനറൽസ് എന്നും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോൺ മെറ്റാലിക് മിനറൽസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഓർഗാനിക് മിനറൽസും ഇൻഓർഗാനിക് മിനറൽസും. അപ്പോൾ ഓർഗാനിക് മിനറൽസിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും കോൾ, പെട്രോളിയം ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, ഓർഗാനിക് അല്ലെങ്കിൽ മിനറൽ ഫ്യൂൽസ് ആണ് അല്ലേ. അതർ മിനറൽസിൽ വരുന്നതാണ് ലൈം സ്റ്റോണ്, മൈക്ക, ഗ്രാഫൈറ്റ്. ഇതൊക്കെ എന്താണ്, ഇൻഓർഗാനിക് മിനറൽസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ഈ ചാപ്റ്ററിന് ഏകദേശം ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്ക് 5 മാർക്കാണ് മെയിൻലി വരുന്നത്. അപ്പോൾ 4 മാർക്കിനൊക്കെ ആണെങ്കിൽ മെയിൻലി നമുക്കൊരു 1 വേർഡ് 1 വേർഡ് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയൊക്കെ സാധ്യതയുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാർട്ടുകളൊന്നും മിസ് ചെയ്യാതെ തന്നെ പഠിക്കാം. അപ്പോൾ മിനറൽസ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഓർ എന്താണ് ഓർസ് എന്ന് ചോദിക്കാൻ പറ്റും അല്ലേ. ഓർ എന്ന് പറഞ്ഞാൽ അയിര്, മലയാളത്തിൽ നമ്മൾ പറയും അയിരുന്ന് അല്ലേ. എന്താണ്, മെറ്റാലിക് എലമെന്റ്സ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദീസ് റോക്സ് അറ്റ് എ റിലേറ്റീവ്ലി ലോ കോസ്റ്റ്. ഓർസ് ആർ എർത്ത് മെറ്റീരിയൽസ് from which one or more metals can be extracted profitability. ഓക്കെ, അപ്പോൾ ഓർ അല്ലെങ്കിൽ അയിര് എന്ന് പറഞ്ഞാൽ എർത്ത് മെറ്റീരിയൽസ് ആണ്, എർത്തിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. അതിൽ ഒന്നോ അതിലധികമോ മെറ്റൽസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന റോക്ക് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ എർത്ത് മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓർസ് എന്ന് പറഞ്ഞാൽ എർത്ത് മെറ്റീരിയൽ ഫ്രം വിച്ച് 1 or more metals can be extracted profitably. ഓക്കെ, ഇനി നമുക്ക് അറിയാം അപ്പോൾ അയിര് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗോൾഡിൻ്റെ ഓർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഗോൾഡ് കറക്റ്റായിട്ട് കിട്ടുമോ? ഇല്ല. ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പോയിട്ട് ഒരു ഗോൾഡ് മൈനിന്ന് കറക്റ്റ് ക്ലിയർ ആയിട്ട് ഗോൾഡ് കിട്ടുന്നില്ല. ഗോൾഡിൻ്റെ അയിരായിരിക്കും ഉണ്ടാവുക, ഓറാണ് ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പല മെറ്റൽസും ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഗോൾഡ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക ചെയ്യുക. അതുപോലെ തന്നെയാണ് മിക്കതും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയേൺ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസ് സച്ച് ആസ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ പോലത്തെ ഓസിൽ നിന്നാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, അയേൺ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഓർ. ഫോർ എക്സാമ്പിൾ ചിലപ്പം അയേൺ ഹെമറ്റൈറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്, മാഗ്നറ്റൈറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അയേൺ എന്ന് പറയുന്ന ഇരുമ്പ് എന്ന് പറയുന്നത് മെറ്റൽ നമുക്ക് കിട്ടുന്നത് മിക്ക പലതരത്തിലുള്ള ഓറിൽ നിന്നാണ്, ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. അയേണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അയേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരുമ്പാണ് അല്ലേ. ഇരുമ്പിൻ്റെ സവിശേഷതകൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. 1 വേർഡായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് നോക്ക്, കാരാജാസ് മൈൻ എന്ന് പറയുന്നത് എന്താണ്, ദ ലാർജസ്റ്റ് അയേൺ ഓർ മൈൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അയേൺ ഓർ മൈൻ ആണ്, ഇരുമ്പയിരിൻ്റെ മൈൻ ഉള്ളത് എവിടെയാണ്, ഏതാണ് സ്ഥലം, കാരാജാസ് മൈൻ എന്ന മൈൻ ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രസീൽ എന്ന കൺട്രിയിലാണ്. ബ്രസീൽ എന്നത് നമുക്കറിയാം സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് അല്ലേ. അപ്പോൾ ദിസ് മൈൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ബ്രസീൽ, എ കൺട്രി ഇൻ സൗത്ത് അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 1 വേർഡായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ലാർജസ്റ്റ് അയേൺ ഓ മൈൻ ഇൻ ദ വേൾഡ് ഏതാണ്, കരാജാസ് മൈൻ ആണ്. ഈ മൈൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ബ്രസീലിലാണ്, സൗത്ത് അമേരിക്കയിലെ
നമ്മുടെ ബ്രസീൽ എന്ന രാജ്യത്താണുള്ളത്. ഈ അയേണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിസ്പെൻസബിൾ മെറ്റൽ ഇൻ അവർ ഡെയിലി ലൈഫ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെറ്റലാണ് അയേൺ എന്ന് പറയുന്നത്. കാരണം മിക്ക നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അയേൺ അല്ലെങ്കിൽ ഇരുമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രീസ് കാര്യങ്ങളായാലും സ്റ്റീലിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് അയേൺ. ഓക്കെ, ലാർജസ്റ്റ് റിസർവ്സ് ഓഫ് അയേൺ ഓർ ഏതൊക്കെ രാജ്യങ്ങളിലാണ് അയേൺ ഓർ റിസർവ്സ് ഉള്ളത്? അപ്പോൾ ലാർജസ്റ്റ് റിസർവ്സ് ഓഫ് അയേൺ ഓർ ഫൗണ്ട് ചെയ്യുന്ന രാജ്യങ്ങൾ 3 ഉണ്ട്: ഓസ്ട്രേലിയ, ബ്രസീൽ ആൻഡ് റഷ്യ. ലാർജസ്റ്റ് റിസർവ്സ് ഓഫ് അയേൺ ഓർ ഫൗണ്ട് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, ബ്രസീൽ, റഷ്യ. ഓക്കെ, ഇന്ത്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേജർ അയൺ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി നോട്ട് ചെയ്ത് വെക്കേണ്ടത് കരാജാസ് വൈനിനെ കുറിച്ചിട്ടാണ്, ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അയേൺ ഇസ് എ കീ കോമ്പോണൻറ്റ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ. അയേൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ മാനുഫാക്ചേഴ്സ് സെക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ്. ഓക്കെ, 98% ഓഫ് ദ അയേൺ ഓർ മൈൻഡ് വേൾഡ് വൈഡ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീൽ. നമ്മുടെ അയേൺ ഓറിൻ്റെ 98% യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്? സ്റ്റീലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 98% ഓഫ് അയേൺ ഓർ മൈൻ ചെയ്യുന്നത് നമുക്ക് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ മെയിൻലി നിയർലി 50 countries are involved in iron ore mining. Steel plays a crucial role in maintaining a strong industrial base. അപ്പോൾ നമുക്ക് ഈ അയേൺ ഓർ മൈനിങ്ങിന് വേണ്ടിയിട്ട് 50ഓളം രാജ്യങ്ങൾ ഇതിലുണ്ട്. മെയിൻലി ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയേണിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. കരാജാസ് മൈൻ ലാർജസ്റ്റ് അയേൺ ഓർ മൈൻ ഇൻ ദ വേൾഡ് ആണ്. ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രസീലിലാണ്. അയേൺ എന്ന് പറയുന്ന അയേൺ ഓർ റിസർവ്സ് ഉള്ള രാജ്യങ്ങൾ ഓസ്ട്രേലിയ, ബ്രസീൽ, റഷ്യയാണ്. ഇന്ത്യ പ്രധാന പ്രൊഡ്യൂസറിലൊന്നാണ് അയേൺ. അതുപോലെ അയേൺ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. മെയിൻലി 98% ഓഫ് അയേൺ ഓർ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അതുപോലെ പഠിക്കേണ്ട ഒന്നാണ് നെക്സ്റ്റ് മെറ്റലാണ് കോപ്പർ. പ്രധാനപ്പെട്ട ഒരു മെറ്റലാണ് കോപ്പർ. ഇതിനെ മെയിൻലി ഈ 2 മെറ്റൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ സിൻസ് കോപ്പർ വാസ് ഓഫൺ ഫൗണ്ട് ഇൻ എ റിലേറ്റീവ്ലി പ്യുവർ സ്റ്റേറ്റ് ഇൻ നേച്ചർ, ഇറ്റ് വാസ് ഈസി ടു എക്സ്ട്രാക്ട് ആൻഡ് യൂസ്. അപ്പോൾ കോപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുമ്പം തന്നെ നല്ല ക്ലിയർ പ്യുവർ ഫോമിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും അത് യൂസ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ് കോപ്പർ. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടം തന്നെ, ഒരു യുഗത്തെ തന്നെ നമ്മൾ കോപ്പർ ഏജ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കോപ്പർ ഏജ് എന്ന് വിളിച്ച ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. കാരണം എല്ലാത്തിനും നമ്മൾ കോപ്പറാണ് യൂസ് ചെയ്തത്. ടൂൾസ് ഉണ്ടാക്കാൻ, വെപ്പൺസ് ഉണ്ടാക്കാൻ, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി എല്ലാത്തിലും യൂസ് ചെയ്തത്. മെയിൻലി നമ്മൾ ഡെക്കറേഷൻ പർപ്പസസിന് വേണ്ടി വരെ കോപ്പർ യൂസ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കോപ്പർ ഏജ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കോപ്പർ മെയിൻലി നിങ്ങൾ ചോദിക്കാം, കോപ്പർ ഏജ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഏർലി ഹ്യൂമൻസ് യൂസ് ചെയ്തത് ഡെക്കറേറ്റീവ് പർപ്പസിനും മേക്കിംഗ് ടൂൾസിനും വെപ്പൺസിനൊക്കെ അവർ യൂസ് ചെയ്തത് കോപ്പറാണ്. ഓക്കെ, പിന്നെ നമ്മൾ കോപ്പറിനെ കുറിച്ച് അറിയേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കോപ്പർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കണം അല്ലേ. കോപ്പറും ഇതുപോലെ തന്നെ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള മെറ്റലാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത. മെയിൻലി ഏത് ഇൻഡസ്ട്രിയിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം വയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് മോട്ടോഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോമേഴ്സിൽ, ജനറേറ്റേഴ്സിൽ എല്ലാം ഏത് മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്? കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, കോപ്പർ ഹാസ് ബിക്കേം ആൻ ഇൻഡിസ്പെൻസിബിൾ മെറ്റൽ ഇൻ ദ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി, വൈ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പറയണം, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് വയേഴ്സ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്. അതുപോലെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂസ് ഈസ് ദ വേൾഡ്സ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ? ഏത് രാജ്യമാണ് കോപ്പർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ചിലെ. ഏതാണ്? ചിലെ അല്ലേ. ചിലെ എന്ന് പറയുന്ന രാജ്യമാണ് വേൾഡ്സ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ എന്ന് പറയുന്നത്. ചിലെറ്റ്സ് 2 ലാർജസ്റ്റ് കോപ്പർ മൈൻസും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, എസ്കോണ്ടിഡ ആൻഡ് കൊല്ലാഹുവാസി ആണ്. ഏതൊക്കെയാണ്? എസ്കോണ്ടിഡ ആൻഡ് കൊല്ലാഹുവാസി ഇസ് ചിലേസ് 2 ലാർജസ്റ്റ് കോപ്പർ മൈൻസ് ഇൻ ദ വേൾഡ്. ചിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലാർജസ്റ്റ് കോപ്പർ മൈൻസ് ഏതൊക്കെയാണ്? എസ്കോണ്ടിഡ ആൻഡ് കൊല്ലാഹുവാസി ആണ്.
ഇതോ അല്ലെങ്കിൽ നമുക്ക് വൺ വേർഡ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് കോപ്പറിൽ നിന്നും വരുന്നുണ്ട്. അപ്പം പറഞ്ഞേ, അയേൺ ഏറ്റവും കൂടുതൽ അയേൺ ഓർ ലാർജസ്റ്റ് അയേൺ ഓർ ഇൻ ദ വേൾഡ് ഏതായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്തേ. അതുപോലെ ഹു ഇസ് എ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ, ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ വളരെ കുറച്ച് മെറ്റൽസിനെ കുറിച്ചും കൂടി പഠിക്കുന്നുണ്ട്. അയേണും കോപ്പറാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബാക്കി വേറെ ഒരു 4 മെറ്റൽസിനെ കുറിച്ചിട്ടും നമ്മൾ അതിൻ്റെ ഹ്യൂമൻസിന് യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ പഠിക്കുകയാണ്. മെയിൻലി ഹ്യൂമൻസ് യൂസ് ചെയ്യുന്ന മറ്റ് മെറ്റൽസ് ആണ് അലൂമിനിയം, മാംഗനീസ്, ലെഡ്, ക്രോമിയം. അപ്പം അലൂമിനിയം നമ്മൾ യൂസ് ചെയ്യുന്നത് മിക്ക കാര്യങ്ങളിലും അലൂമിനിയം വരുന്നുണ്ട്. അലൂമിനിയം യൂസ് ചെയ്യുന്നത് ഒന്ന് ഇലക്ട്രിക്കൽ വയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മോട്ടോർ വെഹിക്കിൾസിൽ, എയറോപ്ലെയിൻസിൽ, ക്യാനുകളിൽ, ബിൽഡിങ്ങുകളിലൊക്കെ എന്ത് വരുന്നുണ്ട്? അലൂമിനിയം വരുന്നുണ്ട്. അതുപോലെ മാംഗനീസ് വരുന്നത് എന്തിലാണ്? മെറ്റൽ പ്രോസസ്സിങ്ങിലും മാംഗനീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ പ്രൊഡക്ഷനിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാംഗനീസ് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് യൂസസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ മക്കളെ. പിന്നെ ലെഡ് എന്തിലാണ് യൂസ് ചെയ്യുക? നമുക്കറിയാം ബാറ്ററികളിൽ എപ്പോഴും നമ്മൾ പറയുന്ന സംഭവമാണ് ലെഡ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മേക്കിംഗ് ബാറ്ററീസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോഴും ലെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാറ്ററീസുകൾ മേക്ക് ചെയ്യുമ്പോഴും ലെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലാസ്റ്റത്തെ മെറ്റലാണ് ക്രോമിയത്തിൻ്റെ മെയിൻലി യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ക്രോമിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ് ക്രോമിയം. ഓക്കെ, ഇതിൻ്റെ മെയിൻലി യൂസസ് പഠിച്ചു വെച്ചേക്കുക. അപ്പം നമ്മൾ മിനറൽസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു, മെറ്റാലിക്കും നോൺ മെറ്റാലിക്കും. മെറ്റാലിക് മിനറൽസിന് എക്സാമ്പിൾ അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലേ? അയേൺ വന്നു അല്ലേ, അതിനുശേഷം കോപ്പർ പഠിച്ചു, പിന്നെ പഠിച്ചത് ഏതൊക്കെയാണ്? മാംഗനീസ് അല്ലേ, ലെഡ്, അലൂമിനിയം, ക്രോമിയം, ഇതൊക്കെ മെറ്റാലിക് മിനറൽസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റാലിക് മിനറൽസിന് നമുക്കറിയാം. നോൺ മെറ്റാലിക് മിനറൽസിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. ജിപ്സം, ലൈംസ്റ്റോൺ, കയോലിൻ ആൻഡ് ഗ്രാഫൈറ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നോൺ മെറ്റാലിക് മിനറൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്താണ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ. അടുത്ത 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ? എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ്, മൂവ് ഒബ്ജക്ട്സ് ഓർ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് എനർജി സോഴ്സ്. ഒരു സാധനം എനർജി സോഴ്സ് ആവണമെങ്കിൽ 3 കാര്യങ്ങൾ അതിനുണ്ടാവണം. എന്തൊക്കെയാണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എനർജി സോഴ്സ്. അപ്പം എന്താണ് എനർജി സോഴ്സ് പറഞ്ഞാൽ? എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ്, മൂവ് ഒബ്ജക്ട്സ് ഓർ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് എനർജി സോഴ്സ്. അതിൽ ഒരു 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ? എ സബ്സ്റ്റൻസ് ദാറ്റ് റിലീസസ് എനർജി ത്രൂ എ കെമിക്കൽ പ്രോസസ്. ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ ഒരു സബ്സ്റ്റൻസ് എനർജി റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിനെ നമ്മൾ ഫ്യൂവൽ എന്ന് വിളിക്കുന്നു. എങ്ങനെ? ഒരു സബ്സ്റ്റൻസ് ദാറ്റ് റിലീസസ് എനർജി, ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ എനർജി റിലീസ് ചെയ്യുന്നത് കെമിക്കൽ പ്രോസസ്സ് വഴിയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂവൽ എന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എനർജി സോഴ്സും പഠിച്ചു, ഫ്യൂവലും പഠിച്ചു. ഇനി എനർജി റിസോഴ്സസിനെ അല്ലെങ്കിൽ എനർജി റിസോഴ്സസിനെ നമ്മൾ മെയിൻലി 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺവെൻഷണൽ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ കൺവെൻഷണൽ റിസോഴ്സസ് ഓർ റിന്യൂവബിൾ റിസോഴ്സ് ഓർ നോൺ കൺവെൻഷണൽ റിസോഴ്സസ്. ഓക്കെ, കൺവെൻഷണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്, നോൺ കൺവെൻഷണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് നോക്കാം. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ് സോളാർ എനർജി, അതുപോലെ വിൻഡ് എനർജി, ഹൈഡ്രോ പവർ, ബയോമാസ്, ജിയോതെർമൽ എനർജി, ടൈഡൽ ആൻഡ് വിൻഡ് എനർജി. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ എനർജിക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് മക്കളെ? സോളാർ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ട്, ബയോമാസ് ഉണ്ട്, ജിയോതെർമൽ എനർജി ഉണ്ട്, ടൈഡൽ വേവ്സ് ഉണ്ട്.
നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ് ഫോസിൽ ഫ്യൂൽസ്, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി. ഇതൊക്കെ നോൺ റിന്യൂവബിളിന് എക്സാമ്പിളാണ്. നമുക്കറിയാം റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂസ് ചെയ്തെന്ന് വെച്ചാൽ അത് തീരുന്നില്ല അല്ലേ, കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അതാണ് റിന്യൂവബിൾ എനർജി. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്നൊന്നും പുനഃസ്ഥാപിക്കാൻ പറ്റില്ല, കാരണം ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് അത് പിന്നീട് ഉണ്ടാവുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഫോസിൽ ഫ്യൂൽസ്, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഒക്കെ എന്തിൽ, ന്യൂക്ലിയർ എനർജി ഒക്കെ എന്തിൽ വരുന്നതാണ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഫറൻസിയേഷൻ കഴിഞ്ഞ SSLC എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് നോൺ കൺവെൻഷണൽ ആൻഡ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഓക്കെ, അപ്പം ഓർത്ത് ഇങ്ങനെ ഡൗട്ട് ആവരുത്. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് കേട്ടോ. അതുപോലെ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നോൺ കൺവെൻഷണൽ റിസോഴ്സസ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡിഫറൻസിയേഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് റിന്യൂവബിളിൽ നിന്ന് തന്നെ തുടങ്ങാം. റിന്യൂവബിൾ നമുക്കറിയാം, എന്താ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമുക്ക് തീരൂല എന്ന് ഉറപ്പുള്ള ഒരു സംഭവമാണ്. അപ്പം അവൈലബിൾ ഇൻ പ്ലെൻറ്റി, ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം അത് പ്ലെൻറ്റി ആയിട്ട് കിട്ടും. എക്കോ ഫ്രണ്ട്ലി ആണ്, അവിടെ പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. അതുപോലെ യൂസ്വലി പൊല്യൂഷൻ ഫ്രീ ആണ്. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ദീസ് റിസോഴ്സസ് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആൻഡ് എക്സോസ്റ്റഡ് വിത്ത് യൂസ്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലീറ്റ് ചെയ്യപ്പെടുന്ന, കഴിഞ്ഞ് തീർന്നു പോകുന്ന റിസോഴ്സസ് ആണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, വളരെ എക്സ്പെൻസീവ് ആണ്, ട്രാൻസ്പോർട്ടേഷനും അതുപോലെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ എക്സ്പെൻസീവ്. നമുക്ക് എക്സാമ്പിൾ പറയാം, നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിളാണ് പെട്രോൾ, ഡീസലൊക്കെ. ഇത് എന്ത് ഉണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ലേ, നല്ല എക്സ്പെൻസീവ് അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഇതൊക്കെ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി പോവും, ഡിപ്ലീറ്റ് ചെയ്ത് പോകാൻ, തീർന്നു പോകാൻ, എക്സോസ്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റി ആയിട്ട്, നല്ല കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സൺലൈറ്റ് ഒക്കെ തീർന്നുണ്ടോ, ഇല്ല, എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഈ 3 പോയിന്റ്സ് എങ്കിലും മിനിമം അതിൽ പഠിച്ചു വെച്ചേക്കാൻ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഫോസിൽ ഫ്യൂൽസ് ആണ്. എന്താണ് ഫോസിൽ ഫ്യൂൽസ്? ഫോസിൽ ഫ്യൂൽസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, മെയിൻലി ഈ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ചത്ത് ചീഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്തായിട്ട് മാറുന്നത്, ഫോസിൽ ഫ്യൂൽസ് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ഫോസിൽ ഫ്യൂൽസ് ആർ ഫോംഡ് ഫ്രം ദ ഫോസിലൈസ്ഡ് റിമൈൻസ് ഓഫ് ആൻഷ്യൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. ആൻഷ്യൻ, പണ്ട് മുതൽ ചത്ത് ചീഞ്ഞ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ ഫോസിലൈസ്ഡ് റിമെയിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ത്രൂ ദി ഫ്രം ദി ഫോസിലൈസ്ഡ് റിമെയിൻസ് ഓഫ് ആൻഷ്യൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അപ്പം ഫോസിൽ ഫ്യൂൽസിന് എക്സാമ്പിളാണ് മക്കളെ കോള്, പെട്രോളിയം, അതുപോലെ ഡീസൽ, ജെറ്റ് ഫ്യൂവൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ എന്തിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്, ഫോസിൽ ഫ്യൂൽസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ. ഫോസിൽ ഫ്യൂവൽ ഏത് ടൈപ്പ് ഓഫ് എനർജി സോഴ്സ് ആണ്, റിന്യൂവബിൾ ആണോ അതുപോലെ നോൺ റിന്യൂവബിൾ ആണോ? നോൺ റിന്യൂവബിൾ ആണ് അല്ലേ. ഇത് നോൺ റിന്യൂവബിൾ, കാരണം ഡിപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാവാൻ, പിന്നീട് പുനഃസ്ഥാപിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ അത് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് കോളിനെ കുറിച്ചിട്ടാണ്. എന്താണ് കോൾ? Coal is generally the rock formation that originate from plant remains and has a high carbon content. കോൾ എന്ന് പറയുന്നത് റോക്കിന്റെ രൂപത്തിലാണ് അത് കാണാൻ പറ്റുന്നത്, റോക്ക് ഫോർമേഷൻ ആയിട്ട് നമുക്കത് കാണാൻ പറ്റുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പ്ലാന്റ് റിമെയിൻസ് ആണ്, പ്ലാന്റ്സിന്റെ റിമെയിൻസ് ആണ് കോളായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഹൈ കാർബൺ കണ്ടന്റ് ഉണ്ട്. എന്തിൽ, കോളിൽ എന്തിൻ്റെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാർബൺ കണ്ടന്റ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് കാർബൺ റിച്ച് സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് ആണ്. എന്താണ്, കാർബൺ റിച്ച് സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് ആണ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്ത് കളറിലാണ് കാണാൻ പറ്റുന്നത്, ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലാണ് നമുക്കിത് മെയിൻലി കാണാൻ പറ്റുന്നത്. ഈ കോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മെറ്റലർജിക്ക് വേണ്ടിയിട്ടാണ്.
മെറ്റലർജിക്ക് ഫ്യൂവലായിട്ടാണ് കോൾ യൂസ് ചെയ്യുന്നത്. എന്താ മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓറിൽ നിന്ന് അല്ലെ അയിരിൽ നിന്ന് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് തരംതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് മെറ്റലർജി. അപ്പോൾ ഇതിൻ്റെ ഫ്യൂവലായിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താണ്? കോളാണ് കേട്ടോ. അപ്പോൾ കോളിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഇത് എങ്ങനെ ഫോം ചെയ്യുന്നത്? റോക്ക് ഫോർമേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്ലാന്റ് റിമെയിൻസിൽ നിന്നാണ്. അതിൽ എന്തിൻ്റെ കൂടുതൽ കണ്ടന്റ് ഉണ്ട്? കാർബൺ കണ്ടന്റ് കൂടുതലാണ്. ഏതൊക്കെ കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അത് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? മെറ്റലർജീൻ്റെ പ്രോസസ്സിൽ ഒരു ഫ്യൂവലായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്, പിന്നെ അത് യൂസ് ചെയ്യുന്നത് കെമിക്കൽ റോ മെറ്റീരിയൽസ്. എന്തിൻ്റെയൊക്കെ കെമിക്കൽ റോ മെറ്റീരിയൽസിലാണ്? ദ മാനുഫാക്ചറിങ് ഓഫ് വാക്സിൻ്റെ നിർമ്മാണത്തിൽ, ഓയിൻമെൻറ്റ്സിൻ്റെ നിർമ്മാണത്തിൽ, മെഡിസിൻസിൽ, പെസ്റ്റിസൈഡ്സിൽ, ഡൈസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കെമിക്കൽ റോ മെറ്റീരിയൽ വാക്സിൻ്റെ, ഓയിൻമെൻറ്റ്സിൻ്റെ, മെഡിസിൻ്റെ, പെസ്റ്റിസൈഡ്സിൻ്റെ, ഡൈ അല്ലേ കളർ ചെയ്യുന്ന, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ റോ മെറ്റീരിയൽ ആണ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കോളിൻ്റെ മറ്റ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് തെർമൽ പവർ ജനറേഷൻ. Coal is a major source of energy for thermal power generation. Thermal power generation ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എനർജി ആണ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ കോൾ കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? പെട്രോളിയം ആയിരിക്കും. പെട്രോളിയം പ്രോഡക്റ്റ് ആയിരിക്കും അല്ലേ? പെട്രോളിയം നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാമിൽ നമുക്കൊന്നും കിട്ടൂല. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ചെറിയ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് എഴുതിയെടുത്താൽ മതി. ഷോർട്ട് നോട്ട്സ് ആക്കി നല്ലൊരു പേപ്പറിൽ വൃത്തിയുള്ള ഒരു നോട്ടിൽ എഴുതി തയ്യാറാക്കി തന്നെ പഠിക്കാൻ നോക്കാം. ആസ് ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം റോക്സ്, ഇതും ഒറിജിനേറ്റ് ചെയ്യുന്നത് റോക്കിലായതുകൊണ്ട് ഈ ഫ്യൂവലിനെ നമ്മൾ റോക്ക് ഓയിൽ എന്നും കൂടി വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുന്നത്? റോക്ക് ഓയിൽ എന്നും കൂടി വിളിക്കുന്നുണ്ട്. അതുപോലെ mainly the naturally occurring complex liquid mixture called petroleum is also etymologically it is referred as black gold എന്നറിയപ്പെടുന്ന ഫ്യൂവലാണ് പെട്രോളിയം. ഓക്കെ, ഫോസിൽ ഫ്യൂവൽ ആണ് ഏത്? പെട്രോളിയം എന്ന് പറയുന്നത്. അപ്പം ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് എന്തിനെയാണ്? പെട്രോളിയത്തിനാണ്. റോക്ക് ഓയിൽ മീനിങ് വരുന്ന വേർഡുള്ള ഇത് ഏത് ഫോസിൽ ഫ്യൂവൽസിനാണ്? അത് പെട്രോളിയത്തിനാണ് അല്ലേ? മെയിൻലി പെട്രോളിയം. വിത്ത് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പെട്രോളിയം ഗെയിൻഡ് ഇമ്പോർട്ടൻസ് ആസ് ഇറ്റ് ബിക്കെയിംസ് എ പ്രൈമറി ഫ്യൂവൽ ഫോർ മെഷീൻസ് റീപ്ലേസിങ് കോൾ. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും യൂസ് ചെയ്തിരുന്നത് കോളായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടുകൂടി കോളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരികയാണ്? മെയിൻലി നമ്മുടെ പ്രൈമറി ഫ്യൂവലായിട്ട് പെട്രോളിയം വരികയാണ്. ഓക്കെ, പിന്നെ മെഷീനുകളിലും എല്ലാത്തിലും എന്തിൻ്റെ യൂസ് ഉണ്ടാവുന്നത്? പെട്രോളിയം ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പെട്രോളിയത്തിനെ കുറിച്ച് പഠിക്കാനുള്ള. എന്തൊക്കെയാണ് പഠിച്ചത്? ഇത് ഒറിജിനേറ്റ് ചെയ്ത് മെയിൻലി നമ്മുടെ പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻസിൽ നിന്നാണ് പെട്രോളിയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ഇത് റോക്ക് ഫ്യൂവൽ രൂപത്തിലാണ്, റോക്ക് ഓയിൽ രൂപത്തിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് റോക്ക് ഓയിൽ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്, പെട്രോളിയത്തിൻ്റെ മീനിങ് വരുന്നത്. പെട്രോളിയത്തിന് എറ്റമോളജിക്കലി റെഫർ ചെയ്യുന്ന ടേം ബ്ലാക്ക് ഗോൾഡ് എന്നാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് അത് പ്രൈമറി ഫ്യൂവലായിട്ട് പെട്രോളിയം വരാൻ തുടങ്ങി. എന്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്? കോളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പെട്രോളിയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ളത് മെയിൻലി എന്താണെന്ന് നോക്കാം. നമ്മുടെ പെട്രോളിയത്തിൻ്റെ കളർ തന്നെയാണ്. പെട്രോൾ എന്ത് കളറാണ്? പെട്രോളിയം എന്ന് പറയുന്നത് നാച്ചുറലി നമുക്ക് സാധാരണ കിട്ടുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലാണ് മെയിൻലി ഇത് ഒക്കർ ചെയ്യുന്നത്. ചില സമയത്ത് ഇപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ മാത്രം നമുക്കത് ഗ്രീൻ ആയിട്ടും അല്ലെങ്കിൽ യെല്ലോ ആയിട്ടും ഒക്കെ അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ കളർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയണം ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലാണ്. ചില സമയത്ത് ഇറ്റ് വിൽ അപ്പിയർ ഇൻ ഗ്രീൻ ഓർ യെല്ലോ കളർ. പെട്രോളിയം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്കറിയാം ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അല്ല, പെട്രോളിയം എന്ന് പറയുന്ന പ്രോഡക്റ്റ് മെയിൻലി മിക്ക കാര്യങ്ങളിലും അല്ലേ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, ലൂബ്രിക്കൻസ് ആയിട്ട്, എസ്ഫോൾട്ട്, മെനി അതർ പ്രൊഡക്ട്സ് ഫ്രം എക്സ്ട്രാക്റ്റഡ് ക്രൂഡ് ഓയിൽ അല്ലേ, അതുപോലെ നമ്മുടെ മെഡിസിൻസിൽ വരെ യൂസ് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസേഴ്സിൽ, കോസ്മെറ്റിക്സിൽ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് എന്ത്? പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെട്രോളിയത്തിനെ കുറിച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒറ്റ മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തു നിന്ന് വരിക.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസും മറ്റൊരു ഫോസിൽ ഫ്യൂവലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോസിൽ ഫ്യൂവലാണ് നാച്ചുറൽ ഗ്യാസ് അല്ലേ. അപ്പം നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് എനർജി സോഴ്സ് ആണ്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് അല്ലേ. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. കാരണം ഫോസിൽ ഫ്യൂവൽ തന്നെയാണ് ഇതും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത്. ഇനി നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് വരാം. ആദ്യം തന്നെ സോളാർ എനർജി. എന്താണ് സോളാർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോളാർ എനർജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സണ്ണിൽ നിന്ന് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ എനർജിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സോളാർ എനർജി എന്ന് പറഞ്ഞാൽ അല്ലേ. സോളാർ പാനലൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ ഈ എനർജീനെ, സണ്ണിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്യാൻ വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കുകളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ വോൾട്ടായിക് ആൻഡ് സോളാർ തെർമൽ ക്യാപ്ചർ. ഏതൊക്കെയാണ്? ഫോട്ടോ വോൾട്ടായിക് ആൻഡ് സോളാർ തെർമൽ ക്യാപ്ചർ എന്ന 2 ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സണ്ണിൽ നിന്നുള്ള എനർജീനെ കൺവേർട്ട് ചെയ്യുന്നത്. ഒരു 2 ടെക്നിക്സ് ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി വിൻഡ് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ്, ഗതികോർജം അല്ലേ. കാറ്റിൻ്റെ ഗതികോർജത്തിനെ നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നുണ്ട്. എങ്ങനെയാണ് മാറ്റുന്നത്? നമ്മൾ വിൻഡ്മില്ല് അല്ലേ, തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വിൻഡ്മില്ല് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വിൻഡ്മില്ല് സ്പിൻ ചെയ്യുന്ന സമയത്ത് വിൻഡിൻ്റെ ഫോഴ്സ് കൊണ്ട് കൂടി നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് മറ്റൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, കൈനറ്റിക് എനർജി ഓഫ് വിൻഡ്. പിന്നെ കുറച്ച് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ജിയോ തെർമൽ എനർജി. എന്താണ് ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഹീറ്റ് റിലീസ്ഡ് വെൻ മാഗ്മ ഇറപ്റ്റ്സ് ഫ്രം ദ എർത്ത്സ് ഇന്റീരിയർ ടു ദ സർഫസ് ഈസ് എഫിഷ്യൻ്റ്ലി സ്റ്റോർഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ചേഞ്ചിങ് എർത്തിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, നമ്മുടെ ഭൂമിയുടെ ഇന്റീരിയർ ഓഫ് എർത്തിൽ നിന്ന് മാഗ്മ പൊന്തി വരുന്നുണ്ട് അല്ലേ. മാഗ്മ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്മ എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റായിട്ടുള്ള സംഭവമാണ്, നല്ല ചൂടായിട്ടുള്ള സംഭവമാണ്. ഈ ഹീറ്റ് നമ്മുടെ റിലീസ് ചെയ്തിട്ട്, ഈ മാഗ്മയിൽ നിന്ന് വരുന്ന ഹീറ്റ് റിലീസ് ചെയ്തത് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നല്ല കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തുകൊണ്ട് ഈ ഹീറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന മാഗ്മയുടെ ഹീറ്റ് നമ്മുടെ സർഫസ്, എർത്തിൻ്റെ സർഫസിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ റിലീസ് ചെയ്ത എനർജീനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേറൊരു ടെക്നിക്കിലൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗെയ്സേഴ്സ് അല്ലെ, ചുടുവെള്ളം, നല്ല ചില സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞ ഹോട്ട് സ്പ്രിങ്സ്, അതുപോലെ വാട്ടർ നല്ല ഹോട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇതും സെയിം ഇത് കാരണമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ടൈഡൽ എനർജി. The movement of ocean tides is used to spin turbines and generate electricity. നമ്മുടെ ടൈഡൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ വേലിയേറ്റത്തിനെ നമ്മൾ എന്താക്കുന്നുണ്ട്? എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ ഓഷ്യൻസിലുള്ള ടൈഡ്സിൻ്റെ മൂവ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ടർബൈൻസ് സ്പിൻ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നതിനെയാണ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. അവസാനത്തേതാണ് ബയോ എനർജി. അത് നമുക്ക് അറിയാൻ പറ്റും, മിക്ക വീടുകളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ബയോഗ്യാസ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ബയോ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് മാറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ബയോ എനർജി. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ, പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടും, അതുപോലെ ആനിമലിൻ്റെ ഒക്കെ ഡങ്കൊക്കെ യൂസ് അല്ലേ, കൗ ഡങ്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ റൂറൽ പോപ്പുലേഷൻ. മെയിൻലി ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ റൂറൽ വില്ലേജ് ഏരിയാസിലാണ് നമ്മൾ ഈ ബയോ എനർജി കാണാൻ പറ്റുന്നത്. മെയിൻലി ഇത് ഇന്നത്തെ പ്രൊഡക്ട്സിലൊക്കെ അർബൻ വേസ്റ്റ് ഒക്കെ എന്തായിട്ട് മാറ്റുന്നുണ്ട്? ബയോ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ട ഒന്നാണ് എനർജി കൺസർവേഷൻ ഡേ. എന്നാണ് എനർജി കൺസർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 14. ഓർത്ത് വെക്കുക, 1 വേർഡ് ആയിട്ട് ചോദിക്കാം. ഡിസംബർ 14 എനർജി കൺസർവേഷൻ ഡേ അല്ലെങ്കിൽ ഊർജ സംരക്ഷണ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ. ഇനി ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്.
നമ്മൾ ഇതിനെ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ച അതേ ഡെഫിനേഷൻ തന്നെ അവിടെ പറയുന്നത്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് ജനറേഷന്റെ, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റും വേണം, അതിന് കൂടെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അത് കരുതി വെക്കും വേണം. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് എ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമുക്ക് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാവരുത്? ഓവർ യൂസ് ചെയ്യരുത്. നമ്മൾ അത് ആർക്ക് വേണ്ടിയിട്ട് സംരക്ഷിച്ച് വെക്കണം? ഫ്യൂച്ചർ ജനറേഷന് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടും അത് നമ്മൾ മാറ്റി വെക്കണം. അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ കൂടി ഈ ചാപ്റ്ററിൽ ഒന്ന് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ മെയിൻലായി പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.